ഒന്ന്, അനുഗ്രഹിക്കപ്പെടുവാൻ നമ്മൾ എന്ത് ചെയ്യണം? 2, ഈ അനുഗ്രഹം സ്വന്തമാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ ഹൃദയത്തിൽ സ്വന്തമായി സ്വീകരിക്കുക. ഇതിൽ കർത്താവ് ഏറ്റവും പ്രധാനമായിട്ട് ഇന്നത്തെ മെസ്സേജിൽ വെളിപ്പെടുത്തി തന്ന ഒരാളാണ് ജോസഫ് എന്ന് പറയുന്ന വ്യക്തി. ജോസഫ്, ഈ ജോസഫിൻ്റെ ജീവിതം, അവൻ എവിടെയോ അവിടെയാണ് അനുഗ്രഹിക്കപ്പെടുന്നത്. അവൻ ഈജിപ്തിൽ പോയതുകൊണ്ട് ഈജിപ്ത് അനുഗ്രഹിക്കപ്പെട്ടു. എന്തുകൊണ്ടാണ് അവൻ ഈജിപ്തിൽ പോകാനായിട്ട് ഇടയായ സംഭവം? ഉൽപ്പത്തിയുടെ പുസ്തകം 37-ാം അധ്യായം 1 തൊട്ടുള്ള വചനം ആരംഭിക്കുന്ന ഇങ്ങനെയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 37-ാം അധ്യായം 1 തൊട്ടുള്ള വചനം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. 37 1 തൊട്ടുള്ള വചനം. യാക്കോബ് തന്റെ പിതാവ് പരദേശിയായി പാർത്തിരുന്ന കാനാൻ ദേശത്ത് വാസമുറപ്പിച്ചു. ഇതാണ് യാക്കോബിന്റെ കുടുംബ ചരിത്രം. 17 വയസ്സുള്ളപ്പോൾ ജോസഫ് സഹോദരന്മാരുടെ കൂടെ ആട് മേയ്ക്കുകയായിരുന്നു. അവൻ തന്റെ പിതാവിന്റെ ഭാര്യമാരായ ബിൽഹായുടെയും സിൽഫായുടെയും മക്കളുടെ കൂടെ ആയിരുന്നു. അവരെപ്പറ്റി അശുഭവാർത്തകൾ അവൻ പിതാവിനെ അറിയിച്ചു. ഇസ്രായേൽ ജോസഫിനെ മറ്റെല്ലാ മക്കളെക്കാൾ അധികം സ്നേഹിച്ചിരുന്നു. ഇസ്രായേൽ എന്ന് പറഞ്ഞ യാക്കോബാണ്. യാക്കോബ് തൻ്റെ 11 മക്കളേക്കാൾ അധികമായിട്ട് ഈ ജോസഫിനെ സ്നേഹിച്ചു എന്നാണ് പറയുന്നത്. തൻ്റെ മകനെ സ്നേഹിച്ചു എന്നതാണ് അപ്പൻ ചെയ്ത തെറ്റ്. നമ്മൾ ഈ ക്ഷമയുടെ ക്ലാസ് എടുക്കാൻ നേരത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ക്ഷമ എവിടെ നിന്ന് ആരംഭിക്കണം? നിങ്ങൾ ഈ കസേരയിരുന്ന് ഞാൻ ക്ഷമിച്ചു എന്നൊരു വാക്ക് പറഞ്ഞാൽ ക്ഷമ പൂർത്തീകരിക്കില്ല. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് എത്ര ജന്മങ്ങൾ കിടപ്പുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കണം. ഒരു ഭർത്താവാണെങ്കിൽ ഭാര്യയോട് കടപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ്. ഭാര്യയ്ക്കും ഭർത്താവിനും മക്കളുണ്ടെങ്കിൽ ആ മക്കളോട് കടപ്പാടുള്ള വ്യക്തിയാണ്. ആ വ്യക്തിക്ക് മാതാപിതാക്കളോട് കടപ്പാട് കിടപ്പുണ്ട്. അതുകൊണ്ടൊരു പാപം ചെയ്യുമ്പോൾ ഇത്രയും വ്യക്തികൾ അതിന് ഇരകളായിത്തീരും. അതോടൊപ്പം തന്നെ ഒരു വ്യക്തി ക്ഷമിച്ചു കഴിയുമ്പോൾ ഇത്രയും വ്യക്തികൾ സ്വതന്ത്രരായിത്തീരും. ക്ഷമയെക്കുറിച്ച് കർത്താവ് പഠിപ്പിക്കുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ഉപമയാണ് മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം ആരംഭിക്കുന്നത്. ഒരു യജമാനൻ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ദാസന് പണം ഇളവ് ചെയ്തു കൊടുത്തൊരു ഉപമയാണ് പറയുന്നത്. ആ വചനം ഒന്ന് വായിക്കാമോ? മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ നിർദ്ദയനായ ഭൃത്യൻ്റെ ഉപമയാണ് കർത്താവ് പറയുന്നത്. നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. അപ്പോൾ പത്രോസ് മുന്നോട്ട് വന്ന് അവനോട് ചോദിച്ചു, കർത്താവേ, എന്നോട് തെറ്റ് ചെയ്യുന്നവരോട്, എൻ്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? സ്നേഹമുള്ളവരെ, എന്നോട് തെറ്റ് ചെയ്തൊരു വ്യക്തിയോട് ഞാൻ എപ്പോൾ ക്ഷമിക്കണം? എത്ര പ്രാവശ്യം ക്ഷമിക്കണം? നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഒരു വ്യക്തിക്ക് ക്ഷമയുടെ ആവശ്യം വരുന്ന എപ്പോഴാണ്? എപ്പോഴൊക്കെയാണ് മുറിവേൽക്കുന്നത്? ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ആ കുഞ്ഞിന് സമാധാനവും ആ കുഞ്ഞിന് സന്തോഷവും, അതോടൊപ്പം തന്നെ സാഹചര്യങ്ങൾ വിപരീതമാണെങ്കിൽ മുറിവുകളും ഏൽക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ, ലോകത്തെ ഏറ്റവും ചെറിയ ജനത ഇസ്രായേൽ ജനതയാണ്. ലോകത്തെ ഏറ്റവും ശക്തന്മാരായ ജനത ഇസ്രായേൽ ജനതയാണ്. അവരുടെ ഐക്യതയുടെയും അവരുടെ ബുദ്ധിയുടെയും അവരുടെ സൗന്ദര്യത്തിൻ്റെയും അവരുടെ കഴിവിൻ്റെയും പിന്നിൽ ലോകം ഇന്ന് പുറകിലാണ്. എന്തുകൊണ്ടത് സംഭവിക്കുന്നത് നിങ്ങൾക്കറിയാമോ? ഒറ്റ കാരണമേ ഉള്ളൂ. ഇസ്രായേലൊരു കന്യക ഗർഭിണിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവും കുടുംബവും, ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും, ഭാര്യയും ഭാര്യയുടെ വീട്ടുകാരും ആ കുഞ്ഞിനെ പ്രസവിക്കുന്നിടത്തോളം കാലം ആ അമ്മയ്ക്കൊരു മുറിവേൽപ്പിക്കാതെ, ആ അമ്മയ്ക്കൊരു സങ്കടമുണ്ടാകാതെ മാക്സിമം സന്തോഷിപ്പിക്കുക, ഫ്രൂട്ട്സ് കൊടുക്കുക, സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രം പറയുക. ഈ കാലയളവിൽ തോറായും സങ്കീർത്തനങ്ങളും അവർ വായിച്ചു തീർക്കണം. അങ്ങനെ ഈ കാലയളവിൽ ആ കുഞ്ഞിനോട് ആ കുടുംബം, ആ സമൂഹം ചെയ്യുന്ന നന്മയാണ് ഇസ്രായേലിലെ ഓരോ കുഞ്ഞുങ്ങളുണ്ടാകുമ്പോഴും ഇത്രമാത്രം ബുദ്ധിയും ഇത്രമാത്രം ധൈര്യവും ഇത്രമാത്രം സ്നേഹവും ഇത്രമാത്രം മികവുമുള്ള ഒരു സമൂഹത്തെ ഈ ലോകത്തിന് ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നിർഭാഗ്യവശാൽ നമ്മൾക്ക് മുറിവേൽക്കാൻ തുടങ്ങുന്ന നിമിഷങ്ങളെന്ന് പറഞ്ഞാൽ, ഇതാ ഒരു ഭാര്യ ഭർത്താവിൽ നിന്ന് ഗർഭം സ്വീകരിക്കുന്ന നിമിഷം തൊട്ട് അമ്മ ചിന്തിക്കുകയാണ്, ദൈവമേ, ഇതിൻ്റെ ആണല്ലോ വിത്ത് ഇവിടെ കിടക്കുന്നതെന്ന് ഓർത്താൽ ആ കുഞ്ഞിൻ്റെ ജന്മം കൊണ്ട് മാത്രമല്ല, അതിൻ്റെ ജീവിതം കൊണ്ടും അതിൻ്റെ പരിണിത ഫലത്തിലും അത് എന്നും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യമുണ്ട്. കർത്താവേ, ജന്മം എടുത്തു പോയല്ലോ,
കുടുംബത്തിലുണ്ടായപ്പോല്ലോ, ഇതിൻ്റെയാണല്ലോ എന്നോർത്തുള്ള ചിന്തകളുണ്ടാകും. അങ്ങനെയാണെങ്കിൽ ക്ഷമിക്കേണ്ടത് എവിടെ നിന്ന് തുടങ്ങണം? അമ്മയുടെ ഉദരം തൊട്ട് നമ്മൾ ക്ഷമിക്കാൻ തുടങ്ങേണ്ടിയിരിക്കുന്നു. ഒരു ഗർഭാവസ്ഥയിൽ അമ്മയ്ക്ക് ഏൽക്കുന്ന മുറിവ്, ഭർത്താവ് ഏൽപ്പിക്കുന്ന മുറിവുകൾ, അമ്മായിമ്മ ഏൽപ്പിക്കുന്ന മുറിവുകൾ, കുഞ്ഞ് ഉദരത്തിൽ കിടക്കാൻ നേരത്ത് മര്യാദയ്ക്ക് ഭക്ഷണവും കൊടുക്കാതെ, നല്ല രീതിയിൽ അതിന് ഭക്ഷണവും അതിന് സൗകര്യം കൊടുക്കാതെ, നിൻ്റെ വിളച്ചിലാണ്, ഇത് അമ്മയുടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഇത് മുഴുവൻ തട്ടിപ്പാണ്, വെട്ടിപ്പാണെന്നും പറഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിൽ വെച്ച് ഏതെങ്കിലും അമ്മായിമ്മമാർ മക്കളോട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തൊട്ടേ കുമ്പസാരിക്ക്, ഇന്ന് തൊട്ടേ മാപ്പി ചോദിക്കാൻ തുടങ്ങേണ്ട സമയമാണ്. എൻ്റെ മോളെ കെട്ടിച്ചു വിടുമ്പോൾ മാത്രമല്ല അതുള്ളത്, എൻ്റെ മോൻ കെട്ടിക്കൊണ്ട് വരുമ്പോഴും ആ അമ്മായിയമ്മ ആ മകളോട് കാണിക്കേണ്ട കാരുണ്യമാണ്. ഈ വെറുപ്പ് ആരംഭിക്കുന്നത് ഇവിടെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ജോസഫിൻ്റെ ജീവിതത്തിലെ വെറുപ്പ് ആരംഭിച്ചത് എവിടുന്നാണ് നിങ്ങൾക്കറിയാമോ? ജോസഫിൻ്റെ അപ്പനാണ് യാക്കോബ്. യാക്കോബ് തൻ്റെ സഹോദരൻ ഏശാവിൽ നിന്ന് ഓടി ലാബാൻ്റെ ഭവനത്തിലേക്ക് എത്തുകയാണ്. ലാബാൻ്റെ ഭവനത്തിലെത്തിയപ്പോൾ അവിടെ സംഭവിച്ച രണ്ട് പ്രതിഭാസങ്ങൾ. ഒന്ന്, ഇളയ പുത്രിയായ റാഹേലിനെ ഇഷ്ടപ്പെട്ടു, ലാബാൻ്റെ ഇളയ പുത്രിയെ. അവളെ സ്നേഹിച്ചു. പക്ഷേ വിവാഹം കഴിക്കാൻ 7 വർഷം അവൻ അടിമപ്പണി എടുക്കേണ്ടി വന്നു അമ്മാവൻ്റെ വീട്ടിൽ. അടിമപ്പണി എടുത്തതിന് ശേഷം വിവാഹം കഴിച്ച ആ രാത്രിയിൽ യാക്കോബ് ഒരു സത്യം തിരിച്ചറിഞ്ഞു. ഇതാ അനുജത്തിയല്ല എനിക്ക് തന്നിരിക്കുന്നത്, ഇതാ ജ്യേഷ്ഠത്തിയാണ് തന്നിരിക്കുന്നത്, ലേയയാണ് തന്നിരിക്കുന്നത്. ലേയയുടെ കണ്ണുകളെക്കുറിച്ചും ശരീരത്തെക്കുറിച്ചും സ്വഭാവത്തെക്കുറിച്ചും ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. റാഹേലിനെ പോലെ സ്മാർട്ടല്ല ലേയ. യാക്കോബ് ചോദിച്ച അപ്പനോട്, എന്ത് ചതിയാണ് എന്നോട് ചെയ്തത്? അപ്പോൾ ഈ ലാബാൻ പറഞ്ഞു, യാക്കോബെ നീ വിഷമിക്കേണ്ട, നിനക്ക് റാഹേലിനെയും കൂടി തന്നേക്കാം, 7 വർഷം കൂടി അടിമപ്പണി എടുത്തോളാൻ പറഞ്ഞു. ഹല്ലേലൂയ്യ. ഈ 14 വർഷങ്ങൾ കൊണ്ട് ചേടത്തിയും അനിയത്തിയും ഒരു കുടുംബത്തിലാണ് ജീവിക്കുന്നത്. ഈ ചേടത്തിയും അനിയത്തിയും ഒരു കുടുംബത്തിൽ ജീവിക്കുമ്പോൾ ആ കുടുംബത്തിലുണ്ടാകുന്ന ചില തകർച്ചകളുണ്ട്. ലേയ അവഗണിക്കപ്പെടുന്നു എന്ന് കണ്ടപ്പോൾ ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്, കർത്താവ് അവൾക്ക് ഗർഭധാരണത്തിന് ശക്തി കൊടുത്തു. ഭാര്യ അവഗണിക്കപ്പെട്ടാൽ അതിനുണ്ടാകുന്ന മക്കൾ അവർ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും അവഗണിക്കും. നിസ്സാരമായിട്ട് നമ്മൾ കാണരുത്. അതോടൊപ്പം തന്നെ ലേയായ്ക്ക് കുഞ്ഞുണ്ടായപ്പോൾ അഹങ്കാരത്തിൽ നിന്നുകൊണ്ട് റാഹേലിനെ കളിയാക്കാൻ തുടങ്ങി. ഭർത്താവ് നിന്നെയല്ലേ സ്നേഹിച്ചത്, പക്ഷെ ജന്മം കൊടുക്കാൻ എനിക്കാണ് കഴിവുണ്ടായത്. അവളുടെ പരിഹാസം. അങ്ങനെ കുറ്റപ്പെടുത്തലും പരിഹാസവും. അതിനിടയ്ക്ക് ദൂതായിപ്പഴം എന്ന് പറഞ്ഞ പഴം കഴിച്ചുകൊണ്ട് ഈ യാക്കോബിൽ നിന്ന് ലായ കുഞ്ഞിനെ സ്വന്തമാക്കുന്നുണ്ട്. ദാസിയിൽ നിന്ന്, ലേയയിൽ നിന്ന്, റാഹേലിൽ നിന്ന് വാശി, വെറുപ്പ്, വിദ്വേഷം, മാത്സര്യം, ഇങ്ങനെയുള്ള മാനസിക അവസ്ഥയിൽ നിന്നുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്തപ്പോൾ ഇതാ ഈ ഉണ്ടായിരിക്കുന്ന സഹോദരങ്ങൾ ജോസഫിനെ വെറുത്തു. മക്കൾ തമ്മിൽ പരസ്പരം കടിപിടി കൂടുകയാണ്. പരസ്പരം സ്നേഹമില്ല, വെറുപ്പാണ്, വൈരാഗ്യമാണ്, പിശാച് കയറിയതാണെന്ന് പറഞ്ഞ് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച പിശാച് ഇറങ്ങിപ്പോവില്ല. അമ്മായിയമ്മയോടും അമ്മായപ്പനോടും നീ ക്ഷമിച്ചാലാണ് നിൻ്റെ മക്കൾ സ്നേഹത്തിൽ ജീവിക്കുകയുള്ളൂ. അതുകൊണ്ട് ക്ഷമ ആരംഭിക്കുന്നത് ഒരു കുഞ്ഞിൻ്റെ ജന്മത്തിൽ തന്നെയാണെന്ന് തിരിച്ചറിയണം. അങ്ങനെ നമ്മൾ ഉദരത്തിൽ ക്ഷമിക്കുമ്പോഴാണ് ജീവിതത്തിൻ്റെ പ്രവൃത്തിയിൽ സ്നേഹമുള്ള മക്കളുണ്ടാകാൻ സാധിക്കുക. യേശു കുഞ്ഞിന് ഒരു മുറിവേറ്റിട്ടില്ല, അവൻ ആന്തരികമായിട്ടൊരു വേദനയും ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? അതിന് ഗർഭം ധരിച്ച മറിയം അവൾക്കേറ്റ മുറിവുകളിൽ സംശയമുണ്ടായപ്പോൾ, വീടില്ലാതിരുന്നപ്പോൾ, അനാഥത്വത്തിൽ ഉപേക്ഷിക്കപ്പെട്ടപ്പോൾ, പരിഹാസത്തിൽ കുറ്റപ്പെടുത്തിയപ്പോഴൊക്കെ അവൾ കർത്താവിൽ ആശ്രയിച്ചു. അതുകൊണ്ട് അവളുടെ കുഞ്ഞ് ദൈവപുത്രനായി ജീവിച്ചു. ഏതെങ്കിലും ഒരു അമ്മ, ഏതെങ്കിലും ഒരു അപ്പൻ ഗർഭാവസ്ഥയിൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുമ്പോൾ അവർ കർത്താവിൽ ആശ്രയിച്ച് പരാതിയില്ലാതെ, കുറ്റപ്പെടുത്താതെ, അമ്മായിയമ്മയെ കുറ്റപ്പെടുത്താതെ, അമ്മായപ്പനെ കുറ്റപ്പെടുത്താതെ, ജീവിത പങ്കാളിയെ ഉൾക്കൊണ്ടുകൊണ്ട്, അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. വിവാഹം കഴിച്ച് ഗർഭാവസ്ഥയിലിരിക്കുമ്പോൾ ഈ ഭർത്താവല്ലായിരുന്നു, വേറെ കുടുംബമായിരുന്നു, വേറെ ബന്ധങ്ങളായിരുന്നു നല്ലതെന്ന് ചിന്തിച്ചുകൊണ്ട് ഭർത്താവിനെയോ ഭാര്യയോ കുറ്റപ്പെടുത്തുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് മാതാപിതാക്കൾ ഉൾക്കൊള്ളാൻ പറ്റുകയില്ല. അവരെന്ത് കൊടുത്താലും അവർ സ്വീകരിക്കപ്പെടുകയില്ല. ക്ഷമ ആരംഭിക്കേണ്ടത് ധ്യാന കേന്ദ്രത്തിൽ ഒരു കസേരയിൽ ഇരുന്നു കൊണ്ടല്ലെന്ന് ഞാനത് പറഞ്ഞത്. നമുക്ക് നമ്മുടെ ജീവിതം മുഴുവൻ ഒന്ന് പരിശോധിക്കണം.
ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിലായ നിമിഷം തൊട്ട് ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന ജീവിത സാഹചര്യം വരെ എനിക്കേറ്റ മുറിവുകൾ, അനുഭവങ്ങൾ, സംഭവങ്ങൾ ഓരോന്നും എടുത്തുകൊണ്ട് ആത്മാർത്ഥമായി ക്ഷമിച്ച് അതിനോട് രമ്യതപ്പെട്ട് കഴിയുമ്പോഴാണ് പിതാവിൻ്റെ സ്നേഹം എന്താണെന്ന് എനിക്ക് വെളിപ്പെട്ട് കിട്ടുകയുള്ളൂ. ഇതാണ് ജോസഫിൻ്റെ സംഭവം പഠിപ്പിക്കുന്നത്, സഹോദരങ്ങളുടെ സംഭവം പഠിപ്പിക്കുന്നത്. ഇപ്പോൾ എനിക്ക് സഹോദരങ്ങളെ കണ്ണിന് കണ്ടുകൂടാ, പള്ളിക്കാരെ കണ്ണിന് കണ്ടുകൂടാ, എനിക്ക് ജീവിതത്തിൽ ഒന്നും സ്വീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, ഇത് ആരംഭിച്ചത് ഇവിടെ നിന്നല്ല, നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 18 നമ്മൾ വായിക്കാൻ പറഞ്ഞത്. ഇനി വായിച്ചു. 7 പ്രാവശ്യമോ യേശു അരുളി ചെയ്തു. പത്രോസ് കർത്താവിനോട് ചോദിക്കുകയാണ്, കർത്താവ്, എനിക്ക് ദേഷ്യവും സങ്കടവും വന്നാൽ ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? നമ്മളൊക്കെ പറയാറില്ലേ, ക്ഷമയെന്ന് പറഞ്ഞാൽ അതിൻ്റെ നെല്ലിപ്പലക ഞാൻ കണ്ടെത്തിയിരിക്കുകയാണ്, ഇനി എനിക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല. സത്യത്തിൽ എന്താ ക്ഷമ എന്ന് പറയുന്നത്? നമ്മൾ ഈ ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് ക്ഷമ? നമ്മൾ പലപ്പോഴും കണ്ടിരിക്കുന്ന ഡെഫിനിഷൻ അല്ല ക്ഷമ. ഒരു വ്യക്തി എന്നോട് പറഞ്ഞിട്ട് മിണ്ടാതിരിക്കുന്നതിന് പറയുന്നതല്ല ക്ഷമ. ഒരു വ്യക്തിയുടെ സാന്നിധ്യം എനിക്ക് ഇഷ്ടമില്ലാതുമ്പോൾ ഞാൻ എഴുന്നേറ്റ് പോകുന്നതല്ല ക്ഷമ. ഒരു വ്യക്തിയുമായിട്ട് എനിക്ക് ബന്ധപ്പെട്ട് മുറിവേറ്റിട്ടുണ്ടെങ്കിൽ അവൻ്റെ വീട്ടിൽ പോകാതിരിക്കുന്നതല്ല ക്ഷമ. ഞാൻ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഒഴിവാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി മാറിപ്പോകുന്നതല്ല ക്ഷമ. ഞാൻ ക്ഷമിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നതല്ല ക്ഷമ. എന്താണ് ക്ഷമ? ക്ഷമ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ക്ഷമയാണ് നോക്കേണ്ടത്. യേശു ക്രിസ്തു മനുഷ്യനോട് ക്ഷമിച്ചൊരു ഭാഗമുണ്ട്. ബൈബിളിൽ ഏറ്റവും മനോഹരമായി എഴുതപ്പെട്ടിരിക്കുന്ന സംഭവമാണ് ലൂക്കോസിന് സുവിശേഷം 23-ാം അധ്യായം 43-ാമത്തെ വചനം. എന്താണ് അവിടെ കർത്താവ് പറയുന്നത്? പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായ്മ കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ഇത്രയും വചനം ധ്യാനിച്ചാൽ മതി ഒരു വ്യക്തിക്ക് ആർക്കാണ് ക്ഷമിക്കാൻ പറ്റുക, ആർക്കാണ് പൊറുക്കാൻ പറ്റുക, എങ്ങനെയുള്ളൊരു വ്യക്തിക്കാണ് ക്ഷമ ഉൾക്കൊള്ളാൻ പറ്റുക, ക്ഷമിക്കുന്നവൻ്റെ പ്രത്യേകത എന്താണ്, ക്ഷമിക്കുന്നവൻ്റെ ജീവിതം എന്താണെന്ന് യേശുവിൻ്റെ ഇത്രയും വചനങ്ങൾ ധ്യാനിച്ചാൽ മതി. യേശു ക്ഷമിക്കാനുള്ള കാരണം ഇതാണ്. പിതാവായ ദൈവത്തോട് പറയുകയാണ്, പിതാവേ, ഇവർക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇവരോട് ക്ഷമിക്കേണ്ടത്. അപ്പോൾ ഒരു വ്യക്തി ക്ഷമിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ആ അർത്ഥം എന്താണെന്നറിയാമോ? ആ വ്യക്തിക്ക് എന്തില്ല? അറിവില്ല. ഒരു വ്യക്തിക്ക് അറിവ് ലഭിക്കുമ്പോഴാണ് ക്ഷമിക്കാൻ പറ്റുന്നത്. എന്തിനെക്കുറിച്ചാണ് അറിവ് ലഭിക്കേണ്ടത്? ഇപ്പം ഞാൻ ഉദാഹരണം നിങ്ങളോട് പറയാം. ഞാൻ ഈ ക്ലാസ് എടുക്കാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് ഇങ്ങ് പോരുകയാണ്. കയറി ഇങ്ങനെ വരുന്ന വഴിക്ക് ഇത്രയും പേരുടെ കാലേക്കടെ കയറി ചവിട്ടി ഞാനിങ്ങോട്ട് പോകുന്നു. നിങ്ങളുടെ കാലിന് മുറിവുണ്ട്, ഒരാൾക്ക് വേദനയുണ്ട്, ഒരാൾക്ക് കാലിന് കടിച്ചലുണ്ട്. എൻ്റെ ചോദ്യം ഇതാണ്, ഞാനൊരു അച്ഛനായതുകൊണ്ടും ധ്യാനത്തിന് ക്ലാസ് എടുക്കുന്ന ആളായതുകൊണ്ടും കാലേ കയറി ചവിട്ടിയ വേദന ഉണ്ടാവുമോ ഇല്ലയോ? ഉണ്ടാവും. എന്തായിരിക്കും ഉള്ളി പറയുന്നത്? ഒരുമാതിരി കാലയിലും കയ്യിലും കെട്ടി കാള പോകുന്ന പോലെയാണ് പോയിട്ട്. എന്നാൽ പിന്നെ ഇച്ചിരി അടക്കൊതുക്കായിട്ട് പോയിക്കൂടെ? അങ്ങനെ ഞാനിങ്ങനെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ വരുന്ന ആ ചേട്ടൻ്റെ ചവിട്ടും കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് പോകാം. ഇപ്പോൾ ജോസേട്ടൻ ഓടി ഇങ്ങനെ വന്നിട്ട് എൻ്റെ കയ്യെ പിടിച്ചു. എന്നിട്ട് അച്ഛൻ എങ്ങോട്ടേ പോകുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ജോസേട്ടൻ എന്നോട് പറഞ്ഞു, അച്ഛനോട് പറഞ്ഞിട്ടില്ലേ, അച്ഛൻ ക്ലാസ് എടുക്കാൻ വേണ്ടി വരാൻ നേരത്ത് ഞങ്ങളോട് ആരെങ്കിലും പറഞ്ഞാൽ മതിയല്ലോ, ഞങ്ങൾ കൊണ്ടുപോയി ആക്കി തരാമല്ലോ. എന്നിട്ട് ജോസേട്ടൻ ഈ ചേട്ടനോട് പറഞ്ഞു, സോറി കേട്ടോ അച്ഛൻ ചവിട്ടീന്, അച്ഛന് കണ്ണ് കാണാത്തതുകൊണ്ടാട്ടോ എന്ന് പറഞ്ഞു. അച്ഛന് 2 കണ്ണും കാണത്തില്ല, ഇതുകൊണ്ടാണ് കാലേ കയറി ചവിട്ടിയത്. എൻ്റെ ചോദ്യം ഇതാണ്, ചേട്ടാ വേദന ഉണ്ടായിരുന്നില്ല നേരത്തെ, ഇപ്പോൾ വേദനയോടെ പോയി. അപ്പം നിനക്ക് വേദന ഉണ്ടായത് എപ്പോഴാണ്? നിൻ്റെ കണ്ണിന് കാഴ്ചയുണ്ടായിരുന്നു, നീ എന്താ കണ്ടത്? അവൻ എൻ്റെ കാലേ കയറി ചവിട്ടി, അച്ഛനായിക്കോട്ടെ ആരുമായിക്കോട്ടെ, അവൻ എൻ്റെ കാലേ കയറി ചവിട്ടിയപ്പോൾ എനിക്കെന്തുണ്ടായി? വേദനയുണ്ടായി. ഞാൻ ഇത്രയേ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ, അവൻ എൻ്റെ കാലിൽ ചവിട്ടാൻ പാടില്ലാത്തവനായിരുന്നു, അവൻ എൻ്റെ കാലിൽ മുറിവ് കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി കാരണങ്ങൾ പറയാനുണ്ടായിരുന്നു. എൻ്റെ മുഴുവൻ വേദനയും നഷ്ടപ്പെട്ടത് ഒറ്റ നിമിഷമാണ്. എന്താണ് ആ നിമിഷം? എൻ്റെ കണ്ണുകൊണ്ടൊരു യാഥാർത്ഥ്യം കണ്ടു. എൻ്റെ കാലിൽ ചവിട്ടിയവന് കണ്ണിന് കാഴ്ചയില്ല. കണ്ണിന് കാഴ്ചയില്ലാത്തവനാണ് കണ്ണിന് കാഴ്ചയുണ്ടെന്ന് ധരിക്കുന്ന എൻ്റെ കാലേ കയറി ചവിട്ടിയതെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ എൻ്റെ വേദന പോയി എന്നല്ല, എനിക്കതങ്ങ് സഹിക്കാൻ പറ്റി. അതെനിക്കൊരു സന്തോഷമായി. എനിക്ക് പരാതിയില്ലെന്ന്. കണ്ണ് കാണാത്ത ഒരാൾ കാലേ കയറി ചവിട്ടിയിട്ട് ഞാൻ എന്തിനാ? പാവം, പറ്റുമെങ്കിൽ എൻ്റെ കയ്യെ പിടിച്ച് ഈ മൈക്ക് സ്റ്റാൻഡിന് മുമ്പിൽ കൊണ്ടുപോയി നിർത്തൂലേ? ഈ ഭൂമിയിൽ എല്ലാ മനുഷ്യരും അങ്ങനെയാണ്. ഇതുകൊണ്ടാണ് യേശു പറഞ്ഞ, പിതാവേ, ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണെന്നും അങ്ങാണ് എന്നെ അയച്ചതെന്നും ഈ മനുഷ്യർക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ് ഇവർ കളിയാക്കുന്നത്, ഇവർ കുറ്റപ്പെടുത്തുന്നത്, ഇവരെന്നെ തുപ്പുന്നത്, ഇവരെന്നെ കുരിശി കയറ്റിയത്. പാവങ്ങളെ കർത്താവേ, പിതാവേ, വെറുതെ അവരെ അങ്ങ് വിട്ടേക്കാൻ പറഞ്ഞു.
കർത്താവിന് കണ്ണിന് കാഴ്ചയുണ്ടായി, നമ്മുടെ കണ്ണിന് കാഴ്ചയുണ്ടായില്ല. ഇതുകൊണ്ട് കർത്താവ് സുവിശേഷത്തിൽ പറഞ്ഞു, അന്ധന്മാരെ നിങ്ങൾ വഴി നടത്തരുത്, കണ്ണ് കാണുന്നുണ്ടെന്ന് നിങ്ങളുടെയൊക്കെ വിചാരം, പക്ഷേ നിങ്ങളൊന്നും യഥാർത്ഥത്തിൽ കാണുന്നില്ല. നമ്മളൊക്കെ ചിലപ്പോൾ പറയില്ലേ, അവളൊക്കെ നടിക്കുകയാണ്, അവളൊക്കെ അഭിനയിക്കുകയാണ്, അവളുടെ കയ്യിലിരിപ്പ് എനിക്ക് എന്നാന്നറിയാം, സൂത്രപ്പണിയാണ്, ചതിയായിരുന്നു, വഞ്ചനയായിരുന്നു, അങ്ങനെയൊക്കെ ലഭിക്കുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് പറഞ്ഞത്. സാമ്പത്തിക മേഖലയിലേക്ക് നമ്മൾ പറയുക, പൈസ കിട്ടുന്നവർ എന്തൊരു സ്നേഹമായിരുന്നു, കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചതിയല്ലായിരുന്നോ, വഞ്ചനയല്ലായിരുന്നോ? ആർക്ക് ക്ഷമിക്കാൻ പറ്റും? ആർക്ക് പൊറുക്കാൻ പറ്റും? ഈ ഭൂമിയിൽ ക്ഷമിക്കണമെങ്കിൽ നമ്മുടെ കണ്ണൊന്ന് തുറക്കണം. ഈ കണ്ണ് തുറക്കുന്നവന് മാത്രമേ ക്ഷമിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നോട് പ്രവർത്തിക്കുന്ന വ്യക്തിക്ക് അവൻ ഇങ്ങനെ പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ, അവൻ ഇതിൻ്റെ അപ്പുറത്തേക്ക് പ്രവർത്തിക്കാൻ പറ്റുകയില്ല. ആ തിരിച്ചറിവും ആ ഉൾക്കാഴ്ചയും എനിക്ക് ലഭിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ എനിക്ക് ക്ഷമിക്കാനായിട്ട് പറ്റുക. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞത്, ക്ഷമയെന്ന് പറയുന്നത് ഒരറിവാണ്. ആ അറിവ് നമുക്ക് ലഭിക്കുമ്പോഴാണ് അതൊരു അനുഭവമായിട്ട് മാറുന്നത്. ജോസഫിൻ്റെ സംഭവം എന്നാണെന്നറിയാമല്ലോ. പോയ വഴിക്കെല്ലാം അവൻ മുറിവേറ്റ് പോയൊരു വ്യക്തിയാണ്. ജോസഫ് എന്നാ തെറ്റ് ചെയ്തേ? അവൻ്റെ അപ്പം സ്നേഹിച്ചത് അവൻ്റെ കുഴപ്പമാണോ? ആണോ? റാഹേലിന് 2 മക്കളുണ്ടായത്, ഒന്ന് ബെഞ്ചമിനും ഒന്ന് ജോസഫും. അതോടെ മരണപ്പെട്ടു പോയി ഭാര്യ. ആ സങ്കടത്തിലും വൃദ്ധതയിലും ഉണ്ടായ ഈ കുഞ്ഞായതുകൊണ്ട് സ്നേഹിച്ചു. പക്ഷേ അസൂയയും കോപവും വെറുപ്പും മൂത്ത സഹോദരന്മാർ അവനെ എന്ത് ചെയ്തു? പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയിട്ടു. കൃപയുള്ളവൻ്റെ പ്രത്യേകതയും ദ്രോഹിക്കുന്നവൻ്റെയും പ്രത്യേകതയും ഇതാണ്. അപ്പൻ എന്നെ സ്നേഹിച്ചു, എനിക്ക് ദൈവം തന്ന ദാനങ്ങൾ, ദൈവം എനിക്ക് തന്ന കൃപകൾ, ഇത് ഉൾക്കൊള്ളാൻ പറ്റാതെ നമ്മൾ എത്ര എണ്ണത്തെയോടെ അസൂയയോടെ പെരുമാറുന്നതെന്നറിയാമോ? വെറുപ്പും വൈരാഗ്യം എന്ന് പറയും നമ്മൾ മനസ്സിലാക്കണം എങ്ങനെയാണെന്നറിയാമോ? ഒരു മനുഷ്യന് നന്മ കിട്ടി, നമ്മൾ എന്നാ പറയും? അത് അവൻ അവിടുത്തെ മാനേജറെ അടിച്ചു മാറ്റിയിട്ടുണ്ടാക്കിയതാണ്, അറബിയെ പറ്റിച്ചുണ്ടാക്കിയതാണ്, അവൻ അപ്പൻ്റെ അമ്മയുടെ സ്വത്ത് പറ്റിച്ചുണ്ടാക്കിയതാണ്. ഭൂമിയിൽ നമ്മൾ കൈവെക്കാത്ത എന്തെങ്കിലും വിഷയമുണ്ടോ? നമ്മൾ കമൻ്റ് അടിക്കാത്ത എന്തെങ്കിലും വിഷയമുണ്ടോ? ഇതിൻ്റെയൊക്കെ ആകെത്തുക എന്നാണെന്നറിയോ? ഈ ഉള്ളി കിടക്കുന്ന വെറുപ്പാ, ഉള്ളി കിടക്കുന്ന കോപമാ, ഉള്ളി കിടക്കുന്ന നീരസമാണ്. നമുക്ക് കാര്യം മനസ്സിലാകാതെ നമ്മുടെ അസൂയയും സ്വാർത്ഥതയും മൂത്തുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ കാണുന്നതുകൊണ്ടാണ് ക്ഷമിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം. ക്ഷമയില്ലാത്തതിൻ്റെ കാരണം എന്താണ്? നമുക്കറിവില്ല. അറിയണം, എന്ത് ചെയ്യണം? ദാനിയേലിൻ്റെ പുസ്തകം 10-ാം അധ്യായം 12-ാമത്തെ തിരുവചനത്തിൽ ദാനിയേലിനോട് കർത്താവ് പറയുകയാണ്, ദാനിയേലേ, നീ നിന്നെ തന്നെ എളിമപ്പെടുത്തുക, ശരിയായി അറിയേണ്ടതിന് നീ നിന്നെ തന്നെ എളിമപ്പെടുത്തുക. നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം നമുക്ക് എളിമയില്ലാത്തതുകൊണ്ടാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ ആരോടെങ്കിലും വെറുപ്പും വൈരാഗ്യം കിടപ്പുണ്ടോ? നിങ്ങൾ തിരിച്ചറിഞ്ഞോ? നിങ്ങൾക്ക് അഹങ്കാരം മാത്രമേ ഉള്ളൂ, എളിമയില്ല. ക്ഷമിക്കാൻ പറ്റാത്തവൻ്റെ ഉള്ളിൽ കിടക്കുന്നത് അഹങ്കാരമാണ്. അവൻ എന്നോട് പെരുമാറി, അവൻ എന്നോട് ഇങ്ങനെ ചെയ്തു, അവൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അവൻ അങ്ങനെ, നമ്മൾ പറയുന്നുണ്ടല്ലോ, ഞാൻ അവനെ കഷ്ടപ്പെട്ട് വിദേശത്തേക്ക് കയറ്റിവിട്ടു, ഞാൻ അവനെ കഷ്ടപ്പെട്ട് ഫീസ് കൊടുത്ത് പഠിപ്പിച്ചു, ഞാൻ അവനെ കഷ്ടപ്പെട്ട് എൻ്റെ ജീവിതം പോലും മറന്ന് ഞാൻ അവനെ അങ്ങനെയൊക്കെ ചെയ്തു. ആര് ചെയ്തു? ഞാൻ ചെയ്തു. അതുകൊണ്ട് അവൻ ആരെ നോക്കണം? എന്നെ നോക്കണം. അവൻ ആർക്ക് പാദസേവ ചെയ്യണം? എന്നയ്ക്ക് പാദസേവ ചെയ്യണം. ആരെ ബഹുമാനിക്കണം? എന്നെ ബഹുമാനിക്കണം. ദൈവം തന്നുവെന്ന് ഉൾക്കൊള്ളാൻ പറ്റാത്തവനും ദൈവത്തെ മഹത്വപ്പെടുത്താത്തവനുമാണ് ഈ ഭൂമിയിൽ ക്ഷമിക്കാത്തത്. ദൈവം തന്ന സമ്പത്താണ്, അതവന് വാരിക്കോരി കൊടുത്തു. സഹോദരി, ഈ ഭൂമിയിൽ നീ ആരെയെങ്കിലും സഹായിക്കാനായിട്ട് നിൻ്റെ രക്തം കൊടുത്തിട്ടുണ്ടെങ്കിൽ, ജീവിതം കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇത് ആര് തന്നതാ? പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ, വള കൊടുത്തിട്ടുണ്ടെങ്കിൽ, മാല കൊടുത്തിട്ടുണ്ടെങ്കിൽ, സ്വർണം കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇത് ആര് തന്നതാ? ഇത് ഉൾക്കൊള്ളാൻ നിനക്ക് പറ്റാത്തതുകൊണ്ടാണ് നിനക്കിപ്പോഴും ക്ഷമിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം. ഞാൻ മക്കളെ വളർത്തി, ഞാൻ കഷ്ടപ്പെട്ടു, എൻ്റെ സ്വത്ത്, എൻ്റെ മുതൽ, ഞാനുണ്ടാക്കിയത്, അതവൻ അനുഭവിക്കുകയാണ്. ഇപ്പം എന്നെ നോക്കുന്നില്ല, ഇപ്പം എന്നെ മനസ്സിലാക്കുന്നില്ല, ഇപ്പം എന്നെ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ നിൻ്റെ അഹങ്കാരത്തിൻ്റെ അങ്ങേയറ്റത്ത് നിൽക്കുന്നതുകൊണ്ടാണ് നിനക്ക് ക്ഷമിക്കാൻ പറ്റാത്തത്. ഇത് ദൈവം തന്നതാണെന്ന് ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ ഈ ഭൂമിയിൽ നമുക്ക് ക്ഷമിക്കാനായിട്ട് പറ്റുകയുള്ളൂ. നിങ്ങൾക്ക് കോപമുണ്ട്, വെറുപ്പുണ്ട്, വൈരാഗ്യമുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അഹങ്കാരത്തിൻ്റെ ടോപ്പ് മാർക്കയിൽ നിങ്ങൾ നടക്കുകയാണെന്നാണ് അർത്ഥം. അഹങ്കാരത്തിൻ്റെ തെളിവാണ് ക്ഷമിക്കാൻ പറ്റാത്ത ഹൃദയം. യേശുക്രിസ്തു എളിമപ്പെട്ടു. അവനാണ് ഈ ലോകം മുഴുവൻ ഉണ്ടാക്കിയത്, അവനാണ് ഈ സകല ജനതകളെ ഉണ്ടാക്കിയത്. എന്നിട്ടും അവനെ ഒന്നുമില്ലാത്തവനായി കുരിശിച്ചപ്പോഴും അവന് ക്ഷമിക്കാൻ പറ്റിയത് അവൻ എളിമയുടെയും അവൻ വിശുദ്ധിയുടെയും അവൻ സ്നേഹത്തിൻ്റെയും അവൻ ഉൾക്കാഴ്ചയുടെയും പൂർണ്ണ രൂപമായിരുന്നുകൊണ്ടാണ്. സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ, ആത്മീയത എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ മനുഷ്യനെയും ദൈവത്തെയും
മനസ്സിലാക്കുക എന്നുള്ളതാണ്. അവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ, അവർക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഈ ഉൾക്കാഴ്ചയാണ് സത്യത്തിൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്, ആത്മീയത എന്ന് പറയുന്നത്. അല്ലാതെ വേഷം കെട്ടി ഭക്തി കാണിച്ച് ഇങ്ങനെയും കാണിക്കുന്നതൊന്നുമല്ല. പള്ളി ഇതൊക്കെ നമ്മൾ എന്ത് ഭക്ത പരിപാടികൾ കാണിക്കുന്നത്. കന്യകമറിയാമിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ സമയത്ത് തിരി കത്തിച്ച് പിടിച്ച് മുട്ടയിൽ നിന്ന് നമ്മൾ നന്നായി കരയും. വീട്ടിൽ ചെന്ന മരുമകളോടും മക്കളോടും പറയുന്ന ഭാഷയ്ക്ക് ഓക്സ്ഫോർഡ് ഡിക്ഷണറി പോലും ഉണ്ടാക്കാത്ത ഭാഷയാണ് നമ്മൾ വീട്ടിൽ കിടന്ന് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ശാപവും കളിയാക്കലും കുറ്റപ്പെടുത്തലും പൊട്ടിത്തെറിക്കലുകളും ഇതൊക്കെ എവിടുന്നാണ് നമ്മുടെ ഹൃദയത്തിൽ കിടക്കുന്നത്? നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്ത മുറിവുകളും ക്ഷമിക്കാൻ പറ്റാത്ത അനുഭവങ്ങളും ക്ഷമിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളും നമ്മൾ താലോലിച്ച് വളർത്തി തീറ്റ കൊടുത്തുകൊണ്ടിരിക്കുക. എന്നിട്ടോ ഭക്തയാണെന്ന് പറഞ്ഞ് നമ്മൾ നടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. കർത്താവ് പറഞ്ഞ് എന്താണെന്നറിയാമോ? ഇതാ ക്ഷമയെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 21 വായിച്ചേ ബാക്കി. യേശു അരുളി ചെയ്തു, 7 70 പ്രാവശ്യം എന്ന് ഞാൻ നിന്നോട്. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഇതാ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ക്ഷമ എന്ന് പറയുന്നത് ധ്യാനത്തിൻ്റെ സമയത്ത് മാത്രമുള്ളതല്ല. നിന്റെ ജന്മം തൊട്ട് നിന്റെ മരണം വരെയും നീ പാലിക്കേണ്ടത്, നീ റീബർത്ത് നടത്തേണ്ടത്, വീണ്ടും ജനനം നടത്തേണ്ടത് ഈ ക്ഷമയുടെ മേഖലയിലാണ്. മറ്റൊന്നുമല്ല വീണ്ടും ജനനം എന്ന് പറയുന്നത്. ഓരോ നിമിഷവും ഇപ്പം നീ ഇരിക്കുമ്പോഴും നിൻ്റെ ചിന്തകളിലൂടെ നിനക്കുണ്ടാകുന്ന മുറിവുകളെ, ദുഃഖങ്ങളെ, ആലോചനകളെ ഓരോ നിമിഷവും ക്ഷമിച്ച് പുറത്ത് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. പിതാവേ, അറിവില്ലാത്തതുകൊണ്ടാണ് ചെയ്തത്, ക്ഷമിക്കണമേ എന്നുള്ള ഈ പ്രാർത്ഥന മനുഷ്യൻ്റെ ജീവിതത്തിൽ ശ്വാസം പോകുന്ന നിമിഷം വരെ ഉണ്ടാകണം. 770 എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം അങ്ങനെയാണ്. താട്ട് വായിച്ചേ. സ്വർഗരാജ്യം തന്റെ സേവകന്മാരുടെ കണക്ക് തീർക്കാൻ ആഗ്രഹിക്കുന്ന ഒരു രാജാവിന് സദൃശം. ഇനി ക്ഷമയെക്കുറിച്ച് കർത്താവ് പഠിപ്പിക്കുന്ന ഏറ്റവും മനോഹരമായൊരു ഉപമയാണ്. അതായത് ക്ഷമയുടെ ഏറ്റവും സുപ്രീം ഉപമയാണ് അത് പഠിപ്പിക്കുന്നത്. വായിച്ചോ. കണക്ക് തീർക്കാൻ ആരംഭിച്ചപ്പോൾ 10,000 താലന്ത് കടപ്പെട്ടിരുന്ന ഒരുവനെ അവർ അവന്റെ മുമ്പിൽ കൊണ്ടുവന്നു. അപ്പം ഈ കടപ്പാടെന്ന് പറയുന്നത് എന്താണ്? ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കൽപ്പനകളുടെ ലംഘനങ്ങളെല്ലാം കടപ്പാടുകളായിട്ട് കിടക്കുകയാണ്. നമ്മൾ പറയില്ലേ, ഇപ്പം നമുക്ക് പലപ്പോഴും നമ്മൾ ചെറിയ ഉദാഹരണങ്ങൾ പറയാം. നേർച്ചക്കടം, കുർബാനയ്ക്ക് പോയിട്ടില്ല, കടമായിട്ട് അവിടെ കിടക്കും. സുഹൃതങ്ങൾ ചെയ്തിട്ടില്ല, കടമായി കിടക്കും. അങ്ങനെയാണെങ്കിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ കൽപ്പനകളുടെ ലംഘനങ്ങൾ ഓർമ്മ വെച്ച കാലം തൊട്ട് ഈ കാലം വരെയും കണക്കൂട്ടി കഴിഞ്ഞാൽ ഇതൊരു നീണ്ട ലിസ്റ്റാണ്. നമുക്ക് ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ കടപ്പെട്ട് കിടക്കുകയാണ് ദൈവത്തോട്. ഓക്കെ, അടുത്ത് വായിച്ചു. അവനത് വീട്ടാൻ നിർവാഹമില്ലാതെ അവന് സ്വന്തമായിട്ട് ഈ കടം വീട്ടാൻ പറ്റുമെന്ന് വെച്ചാൽ ചെയ്ത ഒരു പാപത്തിനും പരിഹാരം ചെയ്യാൻ മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല. ഇതാണ് പഠിപ്പിച്ചതിൻ്റെ അർത്ഥം. നമുക്ക് മുറിവേൽപ്പിച്ചൊരു വ്യക്തിയോട് നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല സഹോദരങ്ങളെ. ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ ചേട്ടനെ കരണക്കുറ്റിക്ക് ഒരൊറ്റ അടിയങ്ങ് അടിച്ചു. ഞാനൊരു തെറ്റ് ചെയ്തു, അടിച്ചു. ഇനി എനിക്ക് എന്തെങ്കിലും പരിഹാരം ചെയ്യാൻ പറ്റുമോ? പറ. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടി കിട്ടിയത് ചേട്ടനാണ്, അനുഭവിക്കേണ്ട ആരാ? ഒരു പല്ല് താഴെ പോയി, ഇനി എനിക്കത് വെച്ച് തരാൻ പറ്റുമോ? അത് വേദന ഉണക്കാൻ പറ്റുമോ? കൈവിട്ട് പോയാൽ, ഒരു പാപം ചെയ്താൽ നമുക്കതിന് പരിഹാരം ചെയ്യാൻ നമ്മുടെ കയ്യിലൊന്നുമില്ല. അത് പരിഹാരം ചെയ്യാൻ ഏറ്റവന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് യേശുക്രിസ്തു എല്ലാവരുടെയും നിന്ന് ഏറ്റു. അവൻ ഏറ്റതാണ് അവൻ്റെ കുരിശെന്ന് പറയുന്നത്. അവനെ കളിയാക്കിയതും കുറ്റപ്പെടുത്തിയതും സ്ഥാനങ്ങളും മാനങ്ങളും ഭക്ഷണങ്ങളും അവൻ എന്തെല്ലാം ഭൂമി ചെയ്തു അതെല്ലാം നിഷേധിച്ചതാണ് അവൻ്റെ കുരിശെന്ന് പറയുന്നത്. അവൻ അതിനെ ഏറ്റിട്ട് അവൻ ചെയ്ത പരിഹാരമാണ്, സാരമില്ല, ഞാനിത് പുറത്തിരിക്കുന്നു. ഞാൻ ചെയ്ത തെറ്റിന് പരിഹാരം ചെയ്യാൻ അടി കൊണ്ടവനെ പറ്റുകയുള്ളൂ, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ പാപത്തിൻ്റെ മോചനം, പാപപരിഹാരം ക്ഷമിക്കുമ്പോഴാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് യേശുക്രിസ്തു ഒരു സത്യം, ഒരു വചനം ശിഷ്യന്മാരോട് പറയും, നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ, ഇനി ബാക്കി നിങ്ങൾ പറ, അവ ക്ഷമിക്കപ്പെടും. ഈ ഭൂമിയിൽ എനിക്കേറ്റ മുറിവുകളും എനിക്കേറ്റ വേദനകളും യേശുവിൻ്റെ നാമത്തെ പ്രതി ഞാൻ ക്ഷമിച്ചാൽ അത്രയും പാപങ്ങളും അത്രയും മേഖലകളും ക്ഷമിച്ച് ദൈവസന്നിധിയിലേക്ക് പരിഹാരം ചെയ്യുന്ന മറ്റൊരു ക്രിസ്തുവായിട്ടാണ് ഞാൻ മാറുന്നത്. ദൈവം നമ്മളെ അതിനെ ഈ ഭൂമിയിലേക്ക് വിളിച്ചത് മറ്റൊരു ക്രിസ്തുവായി ജീവിക്കണം. അപ്പം ഞാൻ ക്ഷമിച്ചു കഴിയുമ്പോൾ, ഞാൻ പുറത്തു കഴിയുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്ഥാനത്താണ് നിൽക്കുന്നത്.
പാപം ഈ ഭൂമിയിൽ ഇല്ലാതാക്കുന്നത് ക്ഷമയിലൂടെയാണ്, മറ്റൊരു വഴിയില്ല. അതുകൊണ്ടാണ് ക്ഷമിക്കാതിരിക്കാൻ പിശാച് ഇത്രയും കഷ്ടപ്പെടുന്നത്. നീ ക്ഷമിച്ചാൽ നിന്റെ തലമുറ രക്ഷപ്പെടും, നീ ക്ഷമിച്ചാൽ നിന്റെ മാതാപിതാക്കൾ രക്ഷപ്പെടും, നീ ക്ഷമിച്ചാൽ നിന്റെ മക്കൾ രക്ഷപ്പെടും, നീ ക്ഷമിച്ചാൽ നിന്റെ സഭ രക്ഷപ്പെടും. അതുകൊണ്ടാണ് സഭ ക്ഷമയ്ക്ക് ഇത്രയും പ്രാധാന്യം കൽപ്പിക്കുന്നത്. കുരിശിന് സഭ ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത് ക്ഷമയുടെ അടയാളമാണ് കുരിശ്. സഭയിൽ പോലും 2 കാലഘട്ടമാണ്, ഒന്ന് സ്ലീബായുടെ കാലഘട്ടം, ഒന്ന് കെന്തായുടെ കാലഘട്ടം. സ്ലീബ നമുക്ക് ഏറ്റ മുറിവുകളും കെന്ത നമ്മുടെ ഉയർപ്പുമാണ്. സ്ലീബായിലുള്ള ക്ഷമയാണ് കെന്തായിലുള്ള നമ്മുടെ ഉയർപ്പെന്ന് പറയുന്നത്.